ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ഇങ്ങനെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തരുന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഉപോത്ബലകമായിട്ട് തിമോഥെയോസിൻ്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 2 Timothy chapter 4 verse 10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി നിന്റെ സന്നിധിയിൽ ഇരിപ്പാനും കർത്താവെ അങ്ങയെ ആരാധിപ്പാനും തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. മാത്രമല്ല കർത്താവെ, അങ്ങയുടെ മേശയെ ആചരിച്ച് അങ്ങയുടെ മരണത്തെ പ്രസ്താവിപ്പാൻ, അങ്ങയുടെ പുനരുത്ഥാനത്തെ പ്രസ്താവിപ്പാൻ, അങ്ങയുടെ വീണ്ടും വരവിനെ ഓർക്കുവാൻ ഒക്കെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അനേക വിഷയങ്ങൾ പറഞ്ഞു കേട്ടു. കർത്താവെ, കാര്യങ്ങൾക്ക് വേണ്ടി തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഈ അന്ത്യനാളുകളിൽ പ്രാർത്ഥനയിൽ സുബോധം പൂണ്ടിരിപ്പാനുള്ള നിന്റെ വചനത്തിലെ കർത്താവെ കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. വചനവായനയെ അനുഗ്രഹിക്കണം. വചനത്തെ വികാസനം ചെയ്യാനുള്ള കൃപ നിന്റെ ദാസന് കൊടുക്കണം. കേൾക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഇടയാകണം. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം. കർത്താവെ, നിന്റെ ദാസന്റെ ബലഹീനത അങ്ങ് കർത്താവെ പരിഗണിച്ച് നിന്റെ അധികമായിട്ടുള്ള കൃപ തന്ന് ഇന്ന് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് മാത്രം പറയാനുള്ളതെല്ലാം പറവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച ബാബു സഹോദരനായിരുന്നു വചനം ശുശ്രൂഷിച്ചത്. എനിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. എന്നാലും എന്തൊക്കെയായിരുന്നു വിഷയങ്ങളെന്നൊക്കെ പ്രിയപ്പെട്ടവർ പറഞ്ഞു. താന് ചാർലി ക്രിക്കിൻ്റെ മരണത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു. സെപ്റ്റംബർ 10-ാം തീയതി ആണല്ലോ ചാർലി ക്രിക്ക് മരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം രക്തസാക്ഷിയായത്. അദ്ദേഹം ആ സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെടിയേറ്റ് ആ നിമിഷം തന്നെ രക്തം ചീറ്റി തറയിൽ വീണ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. ഒരു ചെക്കനാണ്, 31 വയസ്സ്. 18-ാമത്തെ വയസ്സിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം താൻ തന്നെ ആരംഭിച്ചു. $2000 താഴെ തൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു പ്രസ്ഥാനമുണ്ടാക്കി. അതിൻ്റെ ശേഷം ഒരു വേട്ടപ്പട്ടിയെ പോലെ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം അനേക ക്യാമ്പസുകളിൽ ഒരു 12,000 പരിപാടികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ തന്നെ നടത്തി. അനേക റേഡിയോ പ്രഭാഷണങ്ങൾ, അനേക ഡിബേറ്റുകൾ. അങ്ങനെ ഒരു പക്ഷേ ഒരാൾക്ക് ഒരു 100 വർഷമോ 200 വർഷമോ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമെല്ലാം താൻ ഈ സമയത്തിനുള്ളിൽ ചെയ്തു. വളരെ കൃത്യമായ രീതിയിലായിരുന്നു തൻ്റെ ഇടപെടലുകളൊക്കെ. നിങ്ങൾ യൂട്യൂബിൽ കയറിയ കാണാം. ഒരു പെങ്കൊച്ച് അബോർഷനെ ന്യായീകരിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, എനിക്ക് വേണ്ടാത്ത ഒരു ശിശുവിനെ ഞാൻ ജനിപ്പിക്കണമെന്ന് എന്താ നിർബന്ധം എന്നുള്ള മട്ടിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം തിരിച്ചവളോട് ചോദിക്കുന്നുണ്ട്, ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞ് ഏത് വർഗത്തിൽപ്പെട്ടതാണ്? അപ്പോൾ അവൾ പറഞ്ഞത് ഹ്യൂമനാണ്, മനുഷ്യനാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിനും മനുഷ്യാവകാശങ്ങളില്ലേ? അതോടുകൂടെ ഈ ബലൂണൊക്കെ നമ്മൾ അഴിച്ചുവിടുമ്പം കാറ്റ് പോകുന്നത് പോലെ ആർഗ്യുമെന്റിന്റെ കാറ്റേ പോയി. അതായത് ദൈവം ഒരേകകോശ ജീവിയാക്കി മാറ്റിയ സമയത്ത് തൊട്ട് ഒരു മനുഷ്യനെന്നുള്ള പരിഗണന നൽകുന്ന ആ കുഞ്ഞിനെ നിഷ്കരണം കൊല്ലാനുള്ള അവകാശം ഒരു മാതാവിനുണ്ടെന്നാണ് ആ പെൺകുട്ടി വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ആ പെൺകുട്ടി മാത്രമല്ല, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അനേകായിരം മനുഷ്യരും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. അനേകായിരം കുഞ്ഞുങ്ങളെ ഓരോ വർഷവും കൊന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം ആ കൊച്ചിനോട് തന്നെ പറഞ്ഞു, ഹോളോകോസ്റ്റ് നിങ്ങൾക്കറിയാം, യഹൂദന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിലേക്ക് കയറ്റിയിട്ട്
കുളിക്കാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞാണ് അകത്തേക്ക് കയറ്റുന്നത്. എന്നിട്ട് ഒരു 50 പേര് കിടക്കാവുന്ന ഒരു റൂമിൽ ഒരു 100-100 പേരെ അടിച്ച് കയറ്റിയിട്ട് ഗ്യാസ് അങ്ങോട്ട് തുറന്നു വിടും. അങ്ങനെ തുറന്നു വിടുമ്പോൾ ഇവരിങ്ങനെ വീണ് ഒന്നൊന്നായിട്ട് വീണ് പെട്ടഞ്ഞ് മരിച്ച് അങ്ങനെ വളരെ ആയിരം ആളുകളെ ഹോളോകോസ്റ്റ് വഴി കൊന്നു. എന്നിട്ട് ഈ ക്രിക്ക് ഈ പെണ്ണിനോട് പറയുന്നുണ്ട്, നീ പറയുന്ന കാര്യം ഹോളോകോസ്റ്റിനേക്കാളും കഷ്ടമാണ്. കാരണം ഹോളോകോസ്റ്റിലൂടെ 60 ലക്ഷം ആളുകളെ മരിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു വർഷം ലോകമെമ്പാടും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം അതിലെത്രയോ ഇരട്ടിയ. അപ്പം അനേക ഹോളോകോസ്റ്റുകളാണ്, അല്ലെങ്കിൽ യഹൂദ വധം, ആ അനേക യഹൂദ പീഡനത്തിനും കൊലയ്ക്കും സമാനമായ കൊലയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ പെണ്ണിനോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ സ്പൈനൽ കോഡിലേക്ക് ആ വിഷം കുത്തി വെക്കുമ്പോൾ അത് പെടഞ്ഞു മരിക്കുന്ന ആ ബീഭത്സമായിട്ടുള്ള അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവരെ അക്ഷരീയമായിട്ട് നിശബ്ദമാക്കി വിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള അനേക വീഡിയോകൾ ഇന്ന് ലോകത്ത് നടക്കുന്ന വഷളത്വത്തിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിച്ച ഒരു മനുഷ്യനാണ് ഈ ക്രിക്ക്. അദ്ദേഹം 31-ാം വയസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനായിട്ട് ഇടയായി. അദ്ദേഹം സംസാരിച്ച മറ്റനേക വിഷയങ്ങളുണ്ട്. LGBTQ അതിലൊരു പ്രത്യേക വിഷയമാണ്. അതായത് സ്ത്രീകളും തമ്മിലുള്ള ബന്ധവും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധവും, സ്ത്രീയായിട്ട് ജനിച്ചിട്ട് പുരുഷനായി ജീവിക്കണമെന്ന് വാശി പിടിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ പുരുഷനായിട്ട് ജനിച്ചിട്ട് സ്ത്രീയായിട്ട് ജീവിക്കണമെന്ന് വാശി പിടിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഈ ജനങ്ങളെ തിരികെ ബൈബിളിലേക്ക് വരാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു വലിയ മിഷൻ ജീവിതമായിരുന്നു ഈ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ മനുഷ്യന്റെ. അദ്ദേഹത്തിൻ്റെതായ പരാജയങ്ങളും വീക്ഷണത്തിലുള്ള തെറ്റുകളും നമുക്ക് യോജിക്കാൻ മേലാത്ത കാര്യങ്ങളൊക്കെ എവിടെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വന്നേക്കാം. എന്നാൽ അതിലുപരിയായിട്ട് ആ ഒരു ജീവിതത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പിന്നാലെ പറയാനായിട്ട് പോകുന്നത്. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം നേടിയെടുത്തതിനെ നമുക്ക് ഇങ്ങനെ വേണേ പറയാം, താഴോട്ടൊഴുകുന്ന ഒരു പുഴയെ അദ്ദേഹം മുകളിലേക്ക് ഒഴുക്കുവാനായിട്ട് ശ്രമിച്ചു. അതില് വലിയ ഒരളവ് വരെ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല തൻ്റെ മരണം കൊണ്ട് തൻ്റെ മിഷൻ 10 മടങ്ങ് ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നേരത്തെ ഏതാണ്ട് 3000 ക്യാമ്പസുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങള്, സംവാദങ്ങള് നടന്നിട്ടുള്ളെങ്കിൽ ഇപ്പോഴ് അനേകായിരം അപേക്ഷകള് അനേക സ്കൂളുകളുടെ പക്ഷത്തു നിന്ന് ടേണിംഗ് പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പരിപാടി ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും നടത്തണം, അങ്ങനെ ഒരു വ്യതിയാനം വരണം എന്ന് ഒരു റിവൈവലിന്റെ നാന്ദി അമേരിക്കയിൽ കുറിച്ചിരിക്കുകയാണ്. അതായത് ദൈവവചനത്തിൽ നിന്ന് ഓടിപ്പോയ ഒരു ജനതയെ തിരിച്ച് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഇത് പറയുന്നത് അതിൽ തന്നെ വിജയിക്കണമെന്നൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ അമേരിക്കയുടെ ഒരു 10 വർഷം അല്ലെ 15 വർഷം പിന്നിലാണെന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അമേരിക്കയിൽ നടക്കുന്ന വ്യതിയാനങ്ങളൊക്കെ ഇന്ത്യയും ബാധിക്കും, അതുപോലുള്ള കാര്യങ്ങൾ ഇന്ത്യയും സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് ലോകത്ത് എമ്പാടും വഷളത്വത്തിൽ നിന്നുള്ള ഒരു തിരിഞ്ഞുപോക്ക് സംഭവിക്കണം. അതിന് ഇദ്ദേഹത്തിൻ്റെ ഈ രക്തസാക്ഷിത്വം ഇടയാകണം. അതിനുവേണ്ടി നമുക്ക് തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഇവിടെ ദേമാസ് എന്നുള്ള ഒരുവനെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ആരെങ്കിലും വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം വളരെ ഒരു സങ്കടകരമായ കാര്യം പൗലോസ് പറയുക, ഈ ദേമാസ് എന്ന് പറയുന്ന മനുഷ്യന് എന്നെ വിട്ട്, എൻ്റെ മിഷൻ വിട്ട് അനേക പാപികളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്ന, അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന എൻ്റെ ഈ മിഷനൊക്കെ വിട്ടിട്ട് ഒരു ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് മടങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. കൊലോസ്യർ 4:14. കൊലോസ്യ ലേഖനം 4:14 വായിക്കുകയാണെങ്കിൽ മൈക്കി വായിക്കണേ. കൊലോസ്യർ 4:14. വൈദ്യനായ പ്രിയ ലൂക്കോസും
ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യും. ഈ ദേമാസിനെ നമ്മൾ വീണ്ടും അവിടെ കാണുന്നുണ്ട്. ദേമാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലന്റെ വന്ദന രീതി നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇവരെല്ലാം ചേർന്ന ഈ ലേഖനം എഴുതുന്നത് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ മിഷനില് എന്നോടൊപ്പമുള്ള എന്നെ പോലെ തന്നെയുള്ള എൻ്റെ സഹബദ്ധന്മാരാണ് ഈ വന്ദനം ചെയ്യുന്നവരൊക്കെ. ഇതാണ് പൗലോസ് സാധാരണ തൻ്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്നത്. ഏത് ലേഖനം എടുത്തു നോക്കിയാലും പൗലോസ് അപ്പോസ്തലന് തൻ്റെ പേര് വർദ്ധിപ്പിക്കുന്നതിന് പകരം തന്നെ പോലെ തന്നെ തന്നോടൊപ്പം ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് വേല ചെയ്യുന്നവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒന്ന് വെളിപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞാൻ തനിച്ചല്ല, എന്നോടുകൂടിയുള്ള അനേകര് ഈ യജ്ഞത്തിലുണ്ട്. ഈ ദേഹികള് കർത്താവിലേക്ക് വരുന്നെങ്കിൽ, അനേകർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നെങ്കിൽ, സഭ സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല തരേണ്ടത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ കുറെ പേരുണ്ട്, അവർക്കും കൊടുക്കണം. അതിലൊരുവനാണ് ഈ ദേമാസ്. അയ്യോ, പൗലോസ് കരയുന്നതിന് എന്ത് അത്ഭുതമാണ്! ഇത്ര മഹനീയമായ ഒരു ശുശ്രൂഷ ചെയ്ത ദേമാസ് ഇതാ ഇപ്പം ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ടോടിപ്പോയിരിക്കുന്നു. അത്ഭുതമൊന്നുമില്ല അല്ലേ? നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഫിലേമോൻ 24 വാക്യം. ഫിലേമോൻ 1:24. ഫൈലമോൻ 1:24. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഓക്കെ, എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഈ ലൂക്കോസിനെ പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് ദേമാസ്. ലൂക്കോസിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി യാത്രയിൽ 16-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ലൂക്കോസ് പൗലോസ് അപ്പോസ്തലനോട് ചേർന്നതാ. അതിനുശേഷം ഒരു നിഴല് പോലെ പൗലോസ് അപ്പോസ്തലനോട് കൂടെ ഇങ്ങനെ പോയ ഒരാളാണ് ലൂക്കോസ്. ആ ലൂക്കോസിനോട് ചേർത്ത് ഇതാ ദേമാസ് എന്നോടുകൂടെയുണ്ട്, അവനും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നമുക്കറിയാം ഈ ഫിലേമോന്റെ ലേഖനം എഴുതുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നോടൊപ്പമുള്ള തൻ്റെ കൂട്ടാളിയാണ് ദേമാസ്. പൗലോസ് അപ്പോസ്തലനെ റോമാ ഗവൺമെന്റ് ജയിലിൽ അടച്ചപ്പോൾ അത് ഒരു നാണക്കേടാണെന്ന് വിചാരിക്കാതെ, പേടിക്കാതെ, ഒളിച്ചോടാതെ ഈ പൗലോസ് അപ്പോസ്തലനോടുകൂടെ കാരാഗ്രഹത്തിൽ അവനെ ശുശ്രൂഷിച്ചു നിന്ന ഒരാളാ ദേമാസ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞു. 3-ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ റോമില് ജയിലിലിടുന്നത്. അത് 2.5 വർഷം അവന് ജയിലിലായിരുന്നു. അതിനുശേഷം പൗലോസിനെ അവിടുന്ന് വിട്ടു. അത് കഴിഞ്ഞ് പൗലോസ് വീണ്ടും ഒരു മിഷണറി യാത്രയും കൂടെ നടത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് 2 തിമോഥെയോസ്. ഏറ്റവും അവസാനം എഴുതിയ ലേഖനം. ആ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് സങ്കടകരമായ ഒരു കാര്യം കൂടെ, അല്ലയോ പ്രിയപ്പെട്ട തിമോഥെയോസേ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കുക വയ്യ. നമ്മുടെ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. എന്താ സംഭവിക്കുന്നത്? ചിലരൊക്കെ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോകുന്നു. ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോകുന്നതിനെ കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്. എല്ലാം ഒന്നും വായിക്കാൻ നേരമില്ല, വേണ്ടവര് കുറിച്ചു വെച്ചാൽ മതി. 1 യോഹന്നാൻ 2:15-16 നമുക്കൊന്ന് വായിക്കാം. 1 John 2:15-16. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. 14:15. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും വചനം നിങ്ങളുടെ അടുക്കൽ വസിച്ചിരിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. എന്നെ വളരെ പേടിപ്പിക്കാറുള്ള ഒരു വാക്യമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ലോകത്തെ സ്നേഹിക്കുന്നവര് നശിച്ചു പോകുമെന്ന 15-ാം വാക്യത്തിൽ അതാ പറയുന്നത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനല്ല പിതാവിന്റെ സ്നേഹമില്ല. ദൈവസ്നേഹമില്ലാത്ത ഒരാളാണ് ലോകത്തെ സ്നേഹിക്കുന്നത്. ലോകസ്നേഹം പിതാവിനെതിരാണ്. വളരെ ഗൗരവകരമായിട്ടുള്ള, ദൈവസ്നേഹത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ലോകസ്നേഹത്തെ പറയുന്നത്. അപ്പം വളരെ ഗൗരവകരമാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. സാധാരണ പോലെ എല്ലാരും പറയുന്നതിന്റെ ഒരടുത്ത സ്റ്റെപ്പ് പറയുന്ന ആളാ യാക്കോബ്, അല്ലേ? യോഹന്നാൻ പറഞ്ഞു, നീ ലോകത്തെ സ്നേഹിച്ചാൽ നിന്നിൽ ദൈവസ്നേഹമില്ല, കുഴപ്പമാണെന്ന് പറഞ്ഞെങ്കിൽ യാക്കോബ് പറയുകയാണ്, നീ ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ ശത്രുവാ. ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് നിൽക്കാമെന്ന് ധൈര്യമുള്ളവർ, ഉറപ്പുള്ളവർ എത്ര പേരുണ്ട് എന്നെ കേൾക്കുന്നവർ? ഒരു പക്ഷെങ്കിൽ പിന്നീട് ഇത് യൂട്യൂബിലൊക്കെ കേൾക്കുന്നവർക്ക് ഈ ചലഞ്ച് ബാധകമാണ്. സർവശക്തനായ ദൈവത്തിന്റെ ശത്രുവായിട്ട് നിൽക്കാൻ ധൈര്യമുള്ളവര് ആരുണ്ട്? അല്ലേ? ചുമ്മാ പോന്ന് പറഞ്ഞാൽ മതി, അല്ലേ? താളടി പോലെ പറന്ന് ഓരോ ആറ്റവും വേറെ വേറെ ഇളകി അത് എനർജിയായിട്ടില്ലാതെയായി പോകുന്ന മനുഷ്യരാ, അല്ലേ? ദൈവാത്മാവ് പറയുകയാണ്, ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാ. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു 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 വാണിംഗ് തന്നെ. ലോകസ്നേഹത്തെ കുറിച്ച് ഇനിയും വാക്യങ്ങളുണ്ട്, വായിക്കാനായിട്ട് നേരമില്ല. യോഹന്നാൻ 15:19, ജോൺ 15:19 വായിക്കേണ്ട. കൊലോസിയർ 2:8, കൊലോസിയൻസ് ചാപ്റ്റർ 2:8. ഈ ഭാഗത്തൊക്കെ ലോകസ്നേഹത്തെ കുറിച്ചുള്ള റെഫറൻസുകളുണ്ട്. വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ലോകസ്നേഹം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടായിരിക്കും. ഇനിയും ലോകത്തിലുള്ള പലതിനോടും സ്നേഹമുണ്ട്. എൻ്റെ മക്കളോട് എനിക്ക് സ്നേഹമുണ്ട്, മാതാപിതാക്കളോടുണ്ട്, സഭയോടുണ്ട്, സഭയിലുള്ളവരോടുണ്ട്. അപ്പം ഈ ലോകത്തിലുള്ള എന്തിനേലും സ്നേഹിച്ചു പോയാൽ ആ കുഴയുമോ? എന്താ ഈ ലോകം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഉദ്ദേശിക്കുന്നു. നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എഫീഷ്യൻസ് ചാപ്റ്റർ 2 and 3. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഓക്കെ, ഈ 2 വാക്യങ്ങൾ എടുത്താല് നമ്മളെ തെറ്റിക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് കാണാം. ഒന്ന്, ലോകത്തിന്റെ കാലഗതികൾ. ഇംഗ്ലീഷിലാണേ പിശാച് നേരത്തെ വരുമെന്ന് എനിക്ക് തോന്നുന്നു ചില വേർഷനില്. ഈ ലോകത്തിന്റെ കാലഗതി, ലോകം. 2, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, പിശാച്. 3, ജഡമോഹങ്ങളിൽ നടന്നു. 3 കാര്യങ്ങളാണ് നമ്മളെ തെറ്റിക്കുന്നത്. അതായത് ലോകം, പിശാച്, ജഡം. ഈ 3 കാര്യങ്ങൾ നമ്മളെ തെറ്റിക്കുന്നവയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ 3 ഘടകങ്ങളും വലിയ പ്രശ്നക്കാരാ. അതില് ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിനൊരു കാലഗതിയുണ്ട്, അവിടെയാ പ്രശ്നം. ഇംഗ്ലീഷിലാണെങ്കിൽ കോഴ്സ് ഓഫ് ദ വേൾഡ്. എന്താ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ? എയോൺ എന്ന ഒരു ശാശ്വതമാക്കപ്പെട്ട ഏതോ ഒന്ന്, അതിനെയാ ഈ കാലഗതി എന്ന് പറയുന്നത്. കാലഗതി എന്നുള്ള മലയാളം വാക്ക് വളരെ മനോഹരമാണ്. കാലത്തിനൊരു ഗതിയുണ്ട്. കാലത്തിനനുസരിച്ച കോലമെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മൾ സാധാരണ പറയും, പാമ്പിനെ തിന്നുന്നിടത്ത് എന്നാൽ അതിന്റെ നടുക്കണ്ടം തിന്നണം.
പാമ്പിനെ തിന്നുന്നതാണ് ലോകഗതിയെങ്കിൽ നമ്മൾ അതില് ഏറ്റവും മുഖ്യനായിട്ട് മാറണം. ഹോട്ടലിൽ കയറി ചെന്നിട്ട് സാറേ പാമ്പ് ഫ്രൈ വേണോന്ന് ചോദിച്ചാൽ യെസ് എനിക്ക് നടുക്കണ്ണം ഫ്രൈ വേണോന്ന് പറയണം. അതാണ് ലോകത്തെ പിൻഗമിക്കുക എന്ന് പറയുന്നത്. അതായത് ലോകത്തിന് ചില കാലഗതികളുണ്ട്, ചില കോഴ്സസ് ഉണ്ട്, ചില ഒഴുക്കുകളുണ്ട്. ആ ഒഴുക്കനുസരിച്ച് ജീവിക്കുന്നതാണ് ലോകസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാ? ലോകത്തിന്റെ കാലഗതി അനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ നേരത്തെ വായിച്ച ഒരു വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 John chapter 2:16. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഓക്കെ, അപ്പൊ ഈ ലോകത്തിന്റെ കാലഗതി എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച എന്തൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജഡത്തിന് എന്തൊക്കെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് എന്തൊക്കെ ആഗ്രഹമുണ്ട്, ജീവിക്കാനായിട്ട് എന്തൊക്കെ പ്രതാപം നമുക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് ലോകത്തിന്റെ കാലഗതിയുടെ സിലബസ് അല്ലെ. നമ്മുടെ പിള്ളേരോട് നമ്മൾ ചോദിക്കടാ സാറ് നിങ്ങളുടെ സിലബസ് തന്നോ അല്ലെ. ഈ കോളേജിലൊക്കെ ആണെങ്കില് ഇവർക്ക് ഇവന്മാർ അവിടെ പോയി ഇതൊന്നും എടുക്കത്തില്ല അല്ലെ. അവസാനം മാതാപിതാക്കൾ ചോദിക്കടാ നിന്റെ സിലബസ് എന്തോ, സിലബസ് തന്നോ എന്ന് പറഞ്ഞതുപോലെ ഓരോ പഠന വിഷയത്തിനും ഒരു സിലബസ് ഉള്ളതുപോലെ ഈ ലോകത്തിനൊരു സിലബസ് ഉണ്ട്, അതിന്റെ കാലഗതിക്കൊരു സിലബസ് ഉണ്ട്. യോഹന്നാൻ പറയുകയാണ് അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 എണ്ണമാണ്. ഇതുവഴിയാ ഈ ലോകത്തിന്റെ കാലഗതി മനുഷ്യനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ദുസ്വാധീനിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാലഗതിയെ കുറിച്ചുള്ള ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള പ്രയോഗം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ബൈബിളില്? വചന ശുശ്രൂഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നാണ്. ബൈബിൾ ക്ലാസ്സിന് ചോദിക്കാം അല്ലേ. ഈ 3 നമ്മൾ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3:6. വേഗം വായിച്ചില്ലെങ്കിൽ പ്രസംഗം നീട്ടുന്നതാണ്. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു. ഓക്കെ, ലോകത്തിന്റെ കാലഗതിയിലുള്ള 3 കാര്യങ്ങളും ഒരാളെ സ്വാധീനിക്കുന്നതിന്റെ ഒരു ഇല്ലസ്ട്രേഷനോടുകൂടി ആ ബൈബിൾ ആരംഭിക്കുന്നത്. ദ ബൈബിൾ ബിഗിൻസ് വിത്ത് ആൻ ഇല്ലസ്ട്രേഷൻ ആസ് ടു ഹൗ ദ 3 areas of worldliness can influence a person. ലോകസ്നേഹത്തിന്റെ 3 മേഖലകൾ അല്ലെങ്കിൽ ആ സിലബസിൽപ്പെട്ട 3 അധ്യായങ്ങള് ഒരു മനുഷ്യനെ എങ്ങനെ ബാധിക്കാം. ഇവിടെ അതേതൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഇവിടെ പറയുന്നത് ഈ സ്ത്രീയെ ആ വൃക്ഷം തിന്നാൻ നല്ലതെന്ന് കണ്ടു. ദാറ്റ് ഈസ് ലസ്റ്റ് ഓഫ് ഫ്ലഷ്. രുചി കൊള്ളാം, ഇത് കണ്ടാലേ അറിയാം അല്ലെ. നമ്മള് മാർക്കറ്റിൽ ആപ്പിളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ചിലത് നല്ല ചൊകായിരിക്കും അല്ലെ. നമ്മൾ വിചാരിക്കും ഈ നല്ല ചൊകായിരിക്കുന്നതുകൊണ്ട് ഇതിന് ഭയങ്കര മധുരമായിരിക്കും എന്ന് വിചാരിക്കും. അവസാനം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പുളിക്ക് പകരം ഇട്ട് മീൻകറി വെക്കാവുന്ന സാധനമായിരിക്കും അല്ലെ. മനുഷ്യർ പലപ്പോഴും കളറ് നോക്കി രുചിയൊക്കെ തീരുമാനിക്കും. അതുപോലെ ഇതാ വളരെ പുളിക്കുന്ന പാപത്തിലേക്ക് തള്ളുന്ന ഒരു പഴം കണ്ടിട്ട് അവിടെ ഫ്ലഷ് ലസ്റ്റ് ചെയ്തു, അവിടെ ജഡം മോഹിച്ചു. ഇത് തിന്നാൻ നല്ലതാണ്, അതാണ് ലസ്റ്റ് ഓഫ് ഫ്ലഷ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട 16-ാം വാക്യത്തിൽ കണ്ട 1-ാമത്തെ സാധനം അവിടെയുണ്ട്, ലസ്റ്റ് ഓഫ് ഫ്ലഷ്. അടുത്തത് കാണാൻ ഭംഗിയുള്ളത്, ലസ്റ്റ് ഓഫ് ദ ഐ. കൊള്ളാം, ബ്യൂട്ടിഫുൾ. ആദ്യത്തേതില് ടേസ്റ്റിനെ കുറിച്ചാ ചിന്തിച്ചെങ്കില് 2-ാമത്തേതിലോ ഇതെന്ത് ഭംഗിയാ, എന്തൊരു നിറം അല്ലെ, എത്ര മനോഹരം. ഇനിയും 3-ാമത്തെ എന്തുവാ? ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം. ലസ്റ്റ് ഓഫ് ദ പ്രൈഡ് ഓഫ് ദ ലൈഫ്. ഇച്ചിരി ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ
എന്നെ പോലെ പ്രസംഗിക്കും ഇടയ്ക്ക് ഒരു മുറി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഗ്രാമർ ഇല്ലാതൊക്കെ പറഞ്ഞാൽ ആകപ്പാടെ ആളുകളെ ഒന്ന് ഇംപ്രസ് ചെയ്യുക, അല്ലെ? കുറച്ച് ജ്ഞാനമുണ്ടെങ്കിൽ ഇത് ലോകം സകലയിടത്തും ഉള്ള പ്രശ്നമാ. എനിക്ക് അറിവുണ്ട്, എനിക്ക് പ്രായോഗികമായിട്ട് നിങ്ങളെക്കാളും വിജ്ഞാനമുണ്ട്, എൻ്റെ ഐഡിയാസ് ഒക്കെ സൂപ്പറാ, കണ്ടോ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഈ നേട്ടമുണ്ടായി, എന്നെ പോലെ ഒരാൾ ഇവിടെങ്ങാണോ ഉണ്ടോ? ഇതാണ് പ്രൈഡ് ഓഫ് ലൈഫ്. ഞാൻ മിടുക്കനാ, ഞാൻ ജ്ഞാനിയാ, ഞാൻ പ്രഭാവമുള്ളവനാ, ഞാൻ പ്രമുഖനാ, ഞാൻ ബുദ്ധിയുള്ളവനാ, ഞാൻ കൗശലമുള്ളവനാ. അയ്യോ, അപ്പം ഈ വേൾഡ്ലിനെസിന്റെ 3 ചാപ്റ്ററും നന്നായിട്ട് പഠിച്ച് അതുപോലെ അനുസരിച്ച ഒരാളാണ് ഹവ്വയും. ഹവ്വയെ മാത്രം പറയണ്ട, ആദാമും, അല്ലേ? ഈ 3 ഏരിയയിലും ലോക സ്നേഹത്തിന്റെ 3 ഏരിയയിലും പരാജയപ്പെട്ടു. അപ്പൊ ഇവിടെ ഒരു സംശയം വരും, ഇവിടെ ലോകത്തെ അല്ലല്ലോ പിശാചിനെയാണല്ലോ കാണുന്നല്ലേ? ഏദൻ തോട്ടത്തില് ലോകമാണോ NDC ചെയ്തത്, അതോ പിശാചാണോ? ഏതാ? ഡയറക്റ്റായിട്ട് പിശാച് തന്നെയാണ്. പക്ഷെ അവിടെ ലോകവും ഉണ്ട്. ഈ സ്ത്രീയെ സംബന്ധിച്ച് ഈ മരം ലോകത്തിന്റെ ഒരു ഭാഗമാ. എന്താണ് ലോകം? എനിത്തിങ് ഔട്ട്സൈഡ് മീ ഈസ് എ പാർട്ട് ഓഫ് ദ വേൾഡ്. എന്റെ വെളിയിലുള്ളതെല്ലാം ലോകത്തിന്റെ ഭാഗമാ. പണ്ട് ഞങ്ങളുടെ കസിൻസിനെയൊക്കെ കാണുമ്പോഴേ ഇവർ ചിലരൊക്കെ ഒരുമിച്ച് കൂടി അടിച്ചു പൊളിക്കും. നല്ല വിശ്വാസികളുടെ മക്കളൊക്കെയാ. പക്ഷേ അടിച്ചുപൊളിയുടെ ലിമിറ്റൊക്കെ ചിലപ്പം അരുതാത്ത അതിർത്തിയൊക്കെ കടന്നു പോകാറുണ്ട്. അപ്പം വിശ്വാസികളുടെ മക്കളാണ്, അവരിൽ ചിലരൊക്കെ വിശ്വാസികളെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ചിലപ്പോൾ അതിർവരമ്പ് കടന്നു പോകാറുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് വിശ്വാസി എന്ന് പറയുന്ന ഒരു കസിൻ പോലും ലോകത്തിന്റെ ഭാഗമാണ്, അല്ലേ? വിശ്വാസി എന്ന് പറയുന്ന വേറൊരാൾ പോലും ലോകത്തിന്റെ ഭാഗമാകാം. ലോകത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്ന, നമുക്ക് വെളിയിലുള്ള സകലതും ലോകമാണ്. Anything which drives me away from God, outside me, എന്റെ വെളിയില് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് എന്തും ലോകമാ. അപ്പൊ ഇവിടെ ഒരു ലോകമുണ്ടല്ലേ? ഈ മരം അവളെ സംബന്ധിച്ച് ലോകത്തിന്റെ ഒരു പാർട്ടാ. പക്ഷെ ഇവിടെ പിശാചും ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകം, ജഡം, പിശാച്, ഈ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇതിലെ യഥാർത്ഥ ശത്രു പിശാചും ബാക്കി 2 ടൂൾസുമാണ്. പിടികിട്ടിയോ? അതായത് ഈ 3 ഘടകങ്ങളാണ് ലോകം, ജഡം, പിശാച്. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകമുണ്ട്, ജഡമുണ്ട്, പിശാചുണ്ട്. ഇതിനോടുള്ള സ്നേഹം മനുഷ്യനെ പാപിയാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിട്ട് കിടക്കുന്നു. പക്ഷേ വാസ്തവത്തില് ശരിക്കുമുള്ള ശത്രു ഒന്നാണ്, അത് പിശാച. ഈ പിശാച് ഉപയോഗിക്കുന്ന 2 ടൂൾസാണ് ലോകവും ജഡവും. ഈ ലോകത്തെ ആരാ സൃഷ്ടിച്ചേ? ദൈവം തന്നെയാ, അല്ലെ? ഈ ജഡത്തെ സൃഷ്ടിച്ച ആരാ? അതും ദൈവമാണ്. ജഡം പാപമാണെന്നും പറയുന്ന ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. നോസ്റ്റിസിസം എന്നൊക്കെ പറയും. അതില് ഈ ശരീരം എന്ന് പറയുന്നത് പാപമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ശരീരത്തിൽ വന്നിട്ടില്ലെന്നൊക്കെ അവർ പഠിപ്പിക്കുന്നത്. ജഡം പാപം. പക്ഷെ ബൈബിൾ അങ്ങനൊന്നും പഠിപ്പിക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ചതാണ് ജഡം. ഈ ലോകവും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്. ഈ ഭൂതലവും അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാകുന്നു. സങ്കീർത്തനം 24:1, അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെയാ. പക്ഷേ ദൈവം സൃഷ്ടിച്ച ചില ഏജൻസിയെ ദൈവത്തിന്റെ ശത്രുവായ പിശാച് ടൂൾസായിട്ട് ഉപയോഗിച്ച് നമ്മളെ വീഴ്ത്താനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരമാകുന്ന ജഡവും നമ്മുടെ ആ ജഡത്തിനുള്ളിലുള്ള ഇച്ഛയും ആഗ്രഹങ്ങളും ഉൾപ്പെടെ ജഡം നമ്മളെ വീഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ പിശാച് എനിക്ക് വെളിയിലുള്ള എന്തിനേയും ഉപയോഗിച്ച് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് പിശാച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴ് ഇങ്ങനെയുള്ള ഒരു ചുറ്റളവിലാണ് ലോകം ഇന്ന് ആയിരിക്കുന്നത്. അമേരിക്ക ഇതിന്റെ PhD യിലായിരുന്നു, അല്ലെ? അമേരിക്കൻ സമൂഹം, അതായത് പാപം എത്രയധികം ചെയ്യാം, എത്ര വിദഗ്ധമായിട്ട് ചെയ്യാം, എത്ര വെറൈറ്റീസ് ചെയ്യാം എന്നൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു കൺട്രി. അത് യൂറോപ്പെല്ലാം അക്കാര്യത്തിൽ വളരെ മുന്നല, അല്ലെ?
നല്ല ഒരു ഷെഫിനെ കുറിച്ച് പറയും, ഒരു പാചകക്കാരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര വെറൈറ്റി അല്ലെ കുഷീൻസ് അറിയാം, അല്ലെങ്കിൽ വിഭവങ്ങൾ അറിയാവുന്നതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ വിലയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് അമേരിക്കൻ സമൂഹം ഈ പാപം വിവിധ തരം പുതിയത് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുക. ആ നാട്ടിലാണ് ഈ ക്രിക്കിനെ പോലുള്ള ഒരാള് ജീവിച്ച് ഒഴുക്കിനെതിരെ നീന്തി അനേക യുവാക്കന്മാരെ തിരികെ കൊണ്ടുവന്നത്. അതുകൊണ്ടാ ഞാൻ ഈ ഭാഗം തന്നെ ഇന്ന് ചിന്തിക്കണമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാ ഈ ലോകം നമ്മളെ കുഴിയിൽ ചാടിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാല് ഒരു പക്ഷെങ്കില് ഈ ലോകത്തിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ സ്ട്രാറ്റജി മനസ്സിലായാൽ ഈ ലോകത്തെ നേരിടാനായിട്ട് നമുക്കും ഇടയാകും. അപ്പം നിങ്ങളാരും എന്നോട് പറയരുത് ഞാൻ ഇങ്ങനെയുള്ള ഇടാകൊടുത്തിയൊന്നും പെടുന്ന ആളല്ല, ഞാൻ LGBTQ അല്ല, ഞാൻ അബോർഷന് സപ്പോർട്ടല്ല, ഞാൻ മെറ്റീരിയലിസത്തിന് സപ്പോർട്ടല്ല. മെറ്റീരിയലിസം ഒക്കെ നമുക്കും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും ഇനിയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട തലമുറ, നമ്മുടെ മക്കള്, നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട തലമുറ, നമ്മുടെ സഭയിലുള്ള യുവാക്കന്മാര്, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണിത്. ഇതിനായിട്ട് നമ്മൾ എക്യുപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മളെ തന്നെ തയ്യാറെടുത്താലേ പറ്റത്തുള്ളൂ. അലക്ഷ്യമായ ഒരു ജീവിതം നമ്മുടെ സമൂഹത്തെ വീണ്ടും നശിപ്പിക്കത്തേയുള്ളൂ. ഒഴുക്കിനെതിരെ നീന്താനായിട്ട് ചിലര് വേണം. അനേകായിരം ഭീഷണികൾ ലഭിച്ചിട്ടും വേണ്ടതില്ല എന്ന് പറഞ്ഞ് തോക്കിന് കഴുത്ത് കാണിച്ചു കൊടുക്കുന്ന ഈ ചാർലിയെ പോലുള്ള അനേകർ ഈ ലോകത്തുണ്ടായാലേ പറ്റത്തുള്ളൂ. എന്നാലേ ഈ ഒഴുക്കിനെതിരെ നീന്താനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാലേ ആഹാസിന്റെ ഘടികാരം തിരിച്ചു വെച്ചതുപോലെ ലോകത്തിന്റെ കാലഗതി തിരിച്ചു വെച്ച് അതിനെ ദൈവിക ഡയറക്ഷനിലേക്ക് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ലോകം എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് ലോകം ചെയ്യുന്നത് ദൈവവിശ്വാസത്തെ ഒരു മോക്കറിയായിട്ടും ഷെയിമായിട്ടും മാറ്റിക്കളയും. നമ്മുടെ ചുറ്റുമുള്ള ലോകം ചെയ്യുന്നത് ഇറ്റ് കൺവേർട്സ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻടു എ മോക്കറി ആൻഡ് എ മാറ്റർ ഓഫ് ഷെയിം. ദൈവവിശ്വാസം ഒരു മോക്കറിയാ, ഒരു തമാശയാ. അയ്യോ, ഈ 21-ാം നൂറ്റാണ്ടില് ദൈവമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഇവർ എവിടുന്ന് വന്നു? ദൈവമോ? അല്ലേ? ദൈവവിശ്വാസിയെ ഒരു ജോക്കറായിട്ട് കാണുക. ഞാൻ ഈ ജോക്കറായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അതിലൂടെ ഒരുപാട് കടന്നുപോയിട്ടുള്ള ആളാണ്. ഞാൻ MSc പഠിക്കുമ്പോൾ സുവോളജിയാണ് പഠിച്ചിരുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിൽ 10 പിള്ളേരും ഒരു ടീച്ചറുമാണ് എവല്യൂഷൻ ക്ലാസ്സിലുള്ളത്. അലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ ടീച്ചറും ഞങ്ങൾ 10 പിള്ളേരും. 10-ൽ 9 പേര് എവല്യൂഷൻ വിശ്വസിക്കുന്നവരാണ്. ഞാനൊരുവൻ മാത്രം ദൈവമായി ഭൂമിയെ സൃഷ്ടിച്ചെന്നും ദൈവമായി മനുഷ്യരെ സൃഷ്ടിച്ചെന്നും പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. അന്ന് എല്ലാ ക്ലാസ്സിലും ഭയങ്കരമായിട്ട് വാദങ്ങളും തർക്കങ്ങളും വരുമായിരുന്നു. പക്ഷേ അന്ന് ദൈവം എനിക്ക് ഒരുപാട് കൃപ തന്നു. അതിനു മുമ്പ് തന്നെ UESI വഴിയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളൊക്കെ വായിക്കാനും കുറിക്കുകൊള്ളുന്ന ചില ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കാനും പലപ്പോഴും ടീച്ചർ തന്നെ ജെയിംസിന് ഞങ്ങളെ ബാധിച്ച് പരാജയപ്പെടുത്താൻ പറ്റും. പക്ഷെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് എഴുതിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, എല്ലാ മഹത്വവും ദൈവത്തിന്. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു 10:1 ഒരു ക്ലാസ്സില് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ഒരു മോക്കറിയാണ്, ഒരു തമാശയാണ്, ഒരു നാണക്കേടാണ്. ശാസ്ത്രത്തിനെതിരെ നിൽക്കുന്നവൻ, കാലഹരണപ്പെട്ടവൻ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളവൻ, ഫാഷനബിൾ അല്ലാത്ത ഒരുവൻ, ആദിവാസിയെ പോലുള്ള ഒരുവൻ, വിവരമില്ലാത്തവൻ, ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു ലോകത്ത്. അവർ പക്ഷേ നമ്മുടെ തലമുറയെക്കാളും ഒക്കെ എത്രയോ കഷ്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറ. മാത്രമല്ല മറ്റനേക കാര്യങ്ങളെ അവർ പ്രസന്റ് ചെയ്യുക. ഞങ്ങള് ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, മോനെ അതൊക്കെ പിന്നെ ചെയ്യാം, ഇരിക്കെ ഞങ്ങള് ജീവിതം ഇങ്ങനെയൊക്കെയാ സുഖമാക്കിയിരിക്കുന്നത്. നീ ആണെങ്കിൽ
വിശുദ്ധനെന്നും പറഞ്ഞ് വായി വെള്ളം ഒഴിച്ചുകൊണ്ട് നടക്കുക. നീ ജീവിതത്തെ എന്ത് ആസ്വദിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പലതുമുണ്ട്. ഒരു വലിയ വിജയത്തിന്റെ ആസ്വാദന മേഖലകളുടെ ഒരു ഭാണ്ഡക്കെട്ട് തുറന്ന് നീ എന്നോ ഒരു വിഡ്ഢിയാണ്, നിന്റെ ജീവിതത്തെ നീ ഇല്ലാതെയാക്കുകയാണ് ദൈവം എന്നും പറഞ്ഞ്, വിശുദ്ധി എന്നും പറഞ്ഞ്, പാപമെന്നും പറഞ്ഞ്, സ്വർഗമെന്നും പറഞ്ഞ് ഞങ്ങൾ എത്ര മിടുക്കന്മാരാ. ഇന്ന് പല കോളേജുകളിലും പ്രൊഫസർമാരും ഒക്കെ ഈ ലോകത്തിലെ LGBTQ പോലുള്ള മാലിന്യങ്ങളെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വോക്ക് കൾച്ചർ എന്നും പറഞ്ഞൊരു കൾച്ചറുണ്ട്. അത് ലോകം മുഴുവനുള്ളതാണ്. വോക്ക് എന്ന് പറഞ്ഞാൽ വെയ്ക്ക് എന്നുള്ളതിന് പകരം ആഫ്രിക്കക്കാർ ഉപയോഗിക്കുന്ന ഒരു വെയ്ക്കിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് വോക്ക്. വോക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന, എവിടെയുണ്ട് ഏടാകൂടം ഇങ്ങോട്ട് വന്നാട്ടെ ഞങ്ങൾ അതിൻ്റെ സെയിൽസ് ചെയ്തോളാമെന്ന് പറയുന്ന ഒരു കൂട്ടരാണ് ഈ വോക്ക് കൾച്ചറിൻ്റെ കൂട്ടർ. നമ്മുടെ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയൊക്കെ അതിൻ്റെ പ്രസിഡന്റും കൂടാ. അതുപോലെ അനേകരുണ്ട്. ഇവരെല്ലാം ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. ഇവരെല്ലാം LGBTQവിന് അനുകൂലമാണ്. ഇവരെല്ലാം മുസ്ലിംസിനെ എതിർത്താൽ ഇവർ പറയാതെ ഇസ്ലാമോഫോബിയാണ്, അതാണ് ഇതാണെന്ന് പറയും. ഇങ്ങനെ ലോകത്തിലുള്ള ഏത് ഏടാകൂടം വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇവരാ നമ്മുടെ സ്കൂളുകളിലെ സിലബസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലും ഞാൻ സിലബസ് രൂപീകരണത്തിൽ 5 വർഷം കേന്ദ്ര സിലബസിന്റെ കാര്യത്തിലും കേരള സിലബസിന്റെ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിരുന്ന ഒരു ആളാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ പറയട്ടെ, ഈ ചിന്താഗതിയുള്ളവര് എവല്യൂഷൻ ശരിയാണ്, ദൈവമില്ല, സയൻസാണ് ആത്യന്തികം, ബൈബിള് ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണ്. ഒരു ബൈബിളിനെ കുറിച്ച് മാത്രമല്ല എല്ലാ ഗ്രന്ഥങ്ങളെ കുറിച്ചും അതാണ് പറയുന്നത്. നമ്മുടെ വിഷയം ബൈബിളാണല്ലോ എന്ന് പഠിപ്പിക്കുന്ന ഒരു കൾച്ചർ ലോകത്ത് മുഴുവൻ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പ്രിന്റഡ് പുസ്തകത്തിൽ ഇരുന്ന് പഠിച്ചിട്ട് തിരിച്ചു വരുന്നത്. എന്നിട്ട് ഇത് ശരിക്കും പഠിക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്യും? ട്യൂഷനും കൂടെ എടുത്തു കൊടുക്കും. മോന് ഈ എവല്യൂഷൻ എങ്ങനെയും ശരിക്കും പഠിക്കണോടാ, നിരീശ്വരവാദം എന്താണെന്ന് ശരിക്കും പഠിക്കണം, അങ്ങനെ നീ ഭാവിയിൽ ഒരു ഭൂതമായി മാറണമെന്നുള്ള മട്ടില നമ്മുടെ ഈ പഠിപ്പിക്കുകയും ഈ പ്രഷറും ഒക്കെ കണ്ടാൽ പലപ്പോഴും തോന്നുന്നു. മാത്രമല്ല ട്യൂഷനൊക്കെ ഇങ്ങനെ കൊടുക്കുക, അച്ചീവ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം, ദൈവമല്ല പ്രധാനം. ഈ വാല്യൂ എവിടുന്ന് കിട്ടി? ലോകത്തിന്റെ വാല്യൂ അല്ലേ? ജീവനത്തിന്റെ പ്രതാപം വർദ്ധിപ്പിക്കാം. മൂന്നാമത്തെ ലോകത്തിന്റെ മകളാണ് പ്രൈഡ് ഓഫ് ലൈഫ്. ഒരുപാട് പണം വേണം, നല്ല കാറ് വേണം, നല്ല വീട് വേണം. അതുകൊണ്ട് കുഞ്ഞെ നീ ഇങ്ങനൊന്നും നടന്നാ പോരാ, ബൈബിള് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യോഗത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ബൈബിൾ ക്ലാസ്സിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് പ്രധാനം ജീവനത്തിന്റെ പ്രഭാവമാണ്. അതുകൊണ്ട് നീ നിന്റെ ജീവിതം മുഴുവന് നീരാക്കി അതിനുവേണ്ടി ചിലവിട്ടുകൊള്ളുക. ഈ വോക്ക് കൾച്ചർ ഈ ലോകത്തെ മുഴുവന് പഠിപ്പിക്കാനായിട്ട് ബൈബിൾ വിരുദ്ധ, ദൈവവിരുദ്ധ, ആത്മീക വിരുദ്ധ, ഭൗതികവാദപരമായിട്ടുള്ള പരിണാമം പോലുള്ള കാര്യങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൽ അടിച്ച് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. വാസ്തവത്തില് ക്രിസ്തീയ സൺഡേ സ്കൂളുകളൊക്കെ ചെയ്യേണ്ടത് ഇത് ഏത് ക്ലാസ്സിൽ അവർ പഠിക്കുന്നു അതിന് തൊട്ടു മുമ്പേ അതിനുള്ള ആന്റിഡോട്ടൂടെ കൊടുക്കാനായിട്ട് വാസ്തവത്തിൽ പഠിപ്പിക്കേണ്ടതാണ്. 3-ാം ക്ലാസ്സിലാണ് 4-ാം ക്ലാസ്സിലാണ് ആദ്യം എവല്യൂഷൻ പഠിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4-ാം ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഈ എവല്യൂഷനെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങള്, ഏത്യസത്തിനെതിരെയുള്ള അടിസ്ഥാന കാര്യങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിടേണ്ടതാണ്. അത് കഴിഞ്ഞ് അവർ വീണ്ടും 7-ാം ക്ലാസ്സിൽ എവല്യൂഷൻ പഠിക്കുന്നുണ്ട്. 7-ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കണം കുറെ കൂടെ ആഴമായിട്ട്. അവർ 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ വീണ്ടും പഠിക്കുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ വീണ്ടും നമ്മൾ പഠിപ്പിക്കണം. പക്ഷെ നമ്മൾ എത്ര ശ്രദ്ധ പുലർത്തുന്നുണ്ട്? ഈ ലോകത്തില് ബൈബിളിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആത്മീകതയെക്കുറിച്ചും സൽസ്വഭാവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചും അപകർഷതാബോധം ഉണ്ടാകത്തക്ക വിധത്തില് ഒരു ഫ്രെയിം വർക്കാണ് ഈ ലോകത്തിലുള്ളത്. അതാണ് ലോകത്തിന്റെ കാലഗതി. ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വതീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരമായിട്ടിരിക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമസംഹിതകള്, സിലബസുകള്, പാഠപദ്ധതികള്, ആശയഗതികള്, ഇതാണ് ലോകത്തിന്റെ കാലഗതി. കോഴ്സ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ കാലഗതിയിലേക്ക് ഇതാ ദേമാസ് പെട്ടുപോയിരിക്കുന്നു.
ഞാൻ കൂടെ നിന്ന് കർത്താവിന്റെ വചനം പ്രസംഗിച്ച ഇതാ പൗലോസ് ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ തവണ ഞാൻ ഈ പൗലോസിന്റെ കൂടെ നിന്നതാ. അന്ന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. വീണ്ടും ഇതാ പൗലോസ് ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത്തവണ ഇവന്റെ കാര്യം മിക്കവാറും അധോഗതിയാ. ഇല്ല, ഞാനിതാ ലോകത്തിലേക്ക് പോകുന്നു ആസ്വദിക്കാനായിട്ട്. ദേമാസിന് മനസ്സിലായി, ഈ പൗലോസിന്റെ കൂടാണെങ്കിൽ ജയിലിലെ കൊഴുക്കട്ടയുമാണ് എനിക്ക് കഴിക്കാൻ സാധ്യതയുള്ളത്, എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് വേണ്ട, ഞാനിതാ ലോകത്തിലേക്ക് പോകുന്നു. ആ ലോകത്തില് കാൺമാൻ നല്ലതിനു വേണ്ടി, രുചിയുള്ളതിനു വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തില് എൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ഞാൻ പോകുന്നു. ഈ പഴഞ്ചൻ പ്രമാണത്തെ ഞാൻ ഇതാ വിടുന്നു. പൗലോസ് അപ്പോസ്തലനെ ഇതാ ഞാൻ ഉപേക്ഷിക്കുന്നു. മിഷൻ ഇതാ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇതാ ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതാണ് ദേമാസിന് പറ്റിയത്. അയ്യോ, ചുമ്മാതാണോ? പൗലോസ് അപ്പോസ്തലൻ എഴുതിയ അവസാന വാക്കുകളിൽ താന് ഈ സമയത്തൊക്കെ തൻ്റെ കഴുത്ത് വെട്ടാനായിട്ട് വാള് രാകുന്ന ശബ്ദം കേട്ടിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അന്ന് അങ്ങനെ ഒരു രീതിയുണ്ട്. ജയിലിലൊരുത്തനെ കൊല്ലാൻ പിടിച്ചിട്ടാൽ ആ ജയിലിൻ്റെ തൊട്ട് വെളി വെച്ച് ഇങ്ങനെ എല്ലാ ദിവസവും കത്തി രാഗിക്കൊണ്ടേയിരിക്കും. ചില ഗുണ്ടകളൊക്കെ പല്ല് ഞറുമ്പുന്ന പോലെ ഇങ്ങനെ കത്തി രാഗിക്കൊണ്ടേയിരിക്കും. രീ 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 രീ. ഇത് അകത്ത് കിടന്ന് കേൾക്കാം. പൗലോസിനറിയാം തന്റെ അവസാന വാക്കുകളാണ് ഞാൻ ഈ കുറിക്കുന്നത്. പക്ഷേ ആ അവസാന വാക്കുകളിൽ പോലും അവന്റെ ഹൃദയത്തിന്റെ വലിയൊരു ദുഃഖം പറയുക, അയ്യോ, ദേമാസ് ലോകത്തിലേക്ക് പോയിരിക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതാകർഷിച്ച് ഇതാ ദേമാസ് പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെക്കുറിച്ച് ക്രൂശില് നമുക്ക് പകരമായിട്ട് പിടഞ്ഞു മരിച്ച കർത്താവിന് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? നമ്മുടെ തലമുറകളെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? നമ്മുടെ യുവതയെക്കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ഈ ലോകത്തിന്റെ കാലഗതികളൊക്കെ വലിച്ചു കുടിച്ച് ഇന്റേണലൈസ് ചെയ്ത് അത് തങ്ങളുടെ തത്വചിന്തകളാക്കി മാറ്റി ഈ ലോകത്തിന്റെ പിന്നാലെ നടന്നിട്ട് ദൈവത്തിന്റെ ശത്രുക്കളായി തീരുന്നുവോ? പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഒരു ചാർലി ക്രിക്കല്ല വേണ്ടത്, 1000 ചാർലി ക്രിക്കുകൾ, ഓരോ സ്ഥലത്തും അനേക ചാർലി ക്രിക്കുകൾ ഒഴുകുന്ന വഴിയെ തിരിച്ചുള്ള ഡയറക്ഷനിലേക്ക് ഒഴുക്കത്തക്ക വിധത്തില് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി പടപൊരുത്താൻ തയ്യാറുള്ള അനേകരെ ദൈവത്തിന് വേണം. ആർ വി വില്ലിംഗ് ടു സറണ്ടർ അവർസെൽസ്? നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? ദൈവം നമ്മളെ സഹായിക്കട്ടെ.